ചിലർ ഞങ്ങളുടെ ചോദിക്കാറുണ്ട്, സാറേ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി എൻ്റെ മുമ്പിലൂടെ നടന്നുപോയി, ഞാൻ എന്തോ ചെയ്യണം? നല്ല ചോദ്യം. ഇന്നു മുതൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ശ്രദ്ധിച്ച് കേട്ടോണം എന്തോ ചെയ്യണമെന്ന്. ഒരു സൗന്ദര്യമുള്ള പെൺകുട്ടി നടന്നു പോയാൽ ഉടനെ തന്നെ ആ സൗന്ദര്യം ആസ്വദിച്ചിട്ട്, ദൈവമേ അങ്ങേക്ക് നന്ദി, അങ്ങ് എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ മകളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അവൾക്ക് എന്നെക്കാൾ ഭക്തിയുള്ള ഒരു പയ്യനെ ദൈവം ഭർത്താവായി നൽകണമേ, സ്തോത്രം. അത് ഞാനായിരിക്കണേ കർത്താവേ, അത് വേണ്ട. പറഞ്ഞേട്ടല്ലോ, പെൺകുട്ടികളോടും പറയാണ്, ഏതെങ്കിലും നല്ല പയ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി സ്തോത്രം ചെയ്ത് വർഷിപ്പില്ല, അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളൊക്കെ നല്ല ഉത്സാഹിയായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും പയ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ദൈവമേ അങ്ങേക്ക് നന്ദി, ഈ അഴുക്ക് ജാലുള്ള ലോകത്തിൽ ഈ ചേട്ടനെ ഇത്രയും നല്ല നിഷ്കളങ്കനായിട്ട് അവിടെ നിന്ന് വളർത്തിയല്ലോ, നന്ദി കർത്താവെ. അദ്ദേഹത്തിന് ഏറ്റവും ഭക്തിയുള്ള ഒരു പെൺകുട്ടിയെ, എന്നെക്കാൾ ആത്മീയയായ ഒരു പെൺകുട്ടിയെ അങ്ങ് നൽകണം കർത്താവെ, സ്തോത്രം എന്ന് പറഞ്ഞ് വഴിയെ അങ്ങ് പൊയ്ക്കോളണം. എന്നിട്ട് ഫോൺ നമ്പർ കൊടുക്കരുത്. ചില കുരങ്ങുകൾ ചാടി ചാടി വരും പിന്നാലെ, ചില ആനകൾ വരും, പറഞ്ഞേട്ടോ, ചില പൂച്ചകൾ വരും. ഇതിനെല്ലാം അങ്ങ് പേരിട്ട് പറഞ്ഞു വിട്ടോളണം, നിങ്ങൾക്കുള്ളതല്ല. ചിലർ ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, എൻ്റെ അങ്കിളെ സത്യം പറഞ്ഞാൽ എന്നെപ്പോലെ തന്നെ അവനും, അതുകൊണ്ട് ഇത് ദൈവം തന്നതാകാനുള്ള സാധ്യത ഉണ്ട്. ഞാനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കും, അവനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കും. ഞാനും ചിരിക്കുമ്പോൾ പല്ല് കാണും, അവനും ചിരിക്കുമ്പോൾ പല്ല് കാണും. ഞാനും രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കും, അവനും ബൈബിൾ വായിക്കും. അപ്പം സാമ്യം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 90% സത്യമായിട്ടും ഇതെനിക്ക് തന്നെന്നാണ് തോന്നുന്നത്. പലരും അങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം, സാമ്യം വച്ചാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ആദമിൻ്റെ മുൻപിലൂടെ ആദ്യം ഈ മൃഗങ്ങളെ വിട്ടു. ആദം ആരെ തിരഞ്ഞെടുക്കുമായിരുന്നു നിങ്ങൾക്കറിയാമോ? മൃഗങ്ങളിൽ 98.4% ആദമിനോട് സാമ്യനായ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. മക്കളെ, സാമ്യം വച്ചല്ല സ്നേഹിക്കാൻ നടക്കേണ്ടത്. പോകരുത്, പിന്നാലെ പോകരുത്. ചില പിള്ളേർ പറയും, അങ്കിളെ 98.4 അല്ല, 98.8%. അവൻ്റെ ചിരി കണ്ടില്ലേ, സത്യമായിട്ട് അവൻ തന്നെ ദൈവം എനിക്ക് തന്നത്. ചിരി കണ്ടാലറിയാം. ഇവരെങ്ങാനുമായി ആദം ഇവരെങ്ങാനുമാണ് തിരഞ്ഞെടുത്തെങ്കിൽ നമ്മളിപ്പോൾ ഈ പരുവായന്. നല്ല രസമുണ്ടല്ലേ മക്കളെ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കരുത്. അത് പറയാനാണ് ഞാൻ ഇത്രയും ഗൗരവമുള്ള കാര്യം അല്പം നർമ്മം ചേർത്ത് പറയാൻ ശ്രമിച്ചത്. ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നതാണ്, പക്ഷേ ഇത് ഗൗരവമായ വിഷയമാണ്. പ്രേമിച്ച് നടക്കുന്നവരെ കുറിച്ച് ബൈബിളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ 10 കൽപ്പന നമുക്ക് എല്ലാവർക്കും അറിയാം. മൊത്തം എത്ര കൽപ്പനയുണ്ട്? 10. ഈ 10 കൽപ്പനയിൽ ഒന്നാമത്തെ കൽപ്പന, ഞാനല്ലാതെ നിനക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. പ്രേമിക്കുന്ന ഒരാൾ 1-ാം കൽപ്പന ലംഘിക്കുന്നുണ്ടോ ഇല്ലയോ? എടാ നിനക്ക് ദൈവം വേണോ അവൾ വേണോ? അയ്യോ എനിക്ക് ദൈവം മതി, സ്തോത്രം. ആരെങ്കിലും ഒരാൾ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. 1-ാം കൽപ്പന ലംഘിച്ചു. ഇനി 2-ാം കൽപ്പന എന്താണ്? ഒരു വിഗ്രഹം ഉണ്ടാകരുത്. അങ്കിളെ, കണ്ണ് തുറക്കുമ്പോൾ അവൻ്റെ ചിത്രം, ബുക്ക് തുറക്കുമ്പോൾ അവൻ്റെ ചിത്രം, കിടക്കാൻ ഉറങ്ങുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെ തോന്നുന്നു. ദൈവത്തെക്കാൾ വിഗ്രഹമാണോ അല്ലയോ? ആണ്. പ്രേമം. ഇനി 3-ാമത്തെ കൽപ്പന, ദൈവത്തിൻ്റെ നാമം വെറുതെ എടുക്കരുത്. എടുക്കത്തില്ലേ? പാരൻസ് വന്ന് ചോദിക്കും, എടി നിനക്ക് അങ്ങനെ വല്ല ബന്ധവും? മമ്മി ദൈവം പ്രോമിസ്. എത്ര വട്ടം ദൈവത്തെ അല്ലേ? ഇനി ഈ പെൺകുട്ടിയോടും പറയും, എടി ദൈവത്തിനാണ് ഞാൻ പറയുന്നു, നിന്നല്ലാതെ വേറെ ഞാൻ ആരെയും കെട്ടത്തില്ല. 8 പേരോട് ഇവൻ പറഞ്ഞിട്ട് 9-ാമത്തോളോടാണ് ഇത് പറയുന്നത്. അവനിതൊരു ശുശ്രൂഷയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് 3-ാം ക്ലാസ് മുതൽ.